എത്രയൊക്കെ കയറുണ്ട് ആടുന്നും വയസ്സായി നിങ്ങൾ അത് കണക്കെടുക്കണം. പണിക്കാർക്ക് പണി നിങ്ങൾ അപ്പന്ന് പറയുന്നറിയാ പണി കയറിയാലും എനിക്ക് പൈസ വരില്ലേ? എത്ര പൈസ വേണ്ടേ? കോരന് എത്ര പൈസ വേണം നിങ്ങൾ ചോദിച്ചാൽ തരും. പക്ഷെ നമുക്കിത് കേറാൻ കഴിയണ്ട പോലെ അതന്നെ പറയുന്നത്. നമുക്ക് കേറാൻ കഴിയണ്ടേ? ഇത് കാലും കയ്യല്ല പൊന്തണ്ടേ? നമുക്ക് ആവൂല. നമുക്ക് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ രാമനെയോ കൃഷ്ണനെ ആരെങ്കിലും നിങ്ങൾക്ക് വിളിക്കും മക്കളെ, എനിക്ക് കഴിയൂല. ഞാൻ ഇത് പെൻഷനാണ്. ഇനി വേണ എനിക്ക് ഇനി ഒരു ജൂനിയറിന് ഒരു അസിസ്റ്റന്റിനാക്കാൻ പോകുന്നു. നമ്മൾ മാത്രം എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവിടെ പറയുന്നത് ഇത് രസമില്ല. ആക്ഷേപഹാസ്യത്തിന്റെ കൂരമ്പുകൾ തൊടുത്തുവിട്ട് പിലിക്കോട് ആചാരപ്പെരുമയുടെ പത്മശാലിയ പൊറാട്ട് അരങ്ങേറി. പിലിക്കോട് രായരമംഗലം ഭഗവതി ക്ഷേത്ര പൂരോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കാർത്തിക നാളിൽ പൊറാട്ട് വേഷങ്ങൾ അരങ്ങിലെത്തിയത്. തെരു സോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നാണ് പൊറാട്ട് ആരംഭിച്ചത്. ചെണ്ടയിൽ വലം താളമടിച്ച് കൈവിളക്കും പിടിച്ച് ഓടിയെത്തിയ ബാല്യക്കാർ സ്ഥാനത്തിന്റെ അടുത്തുള്ള അരയാൽ തറയിലെത്തി കൊട്ടിയറിയിപ്പ് നടത്തിയതോടെ പല വീടുകളിലായി അണിഞ്ഞൊരുങ്ങിയ വേഷങ്ങൾ തെരുവിലേക്കിറങ്ങി. ആചാര പൊറാട്ട് വേഷങ്ങളാണ് ആദ്യമെത്തിയത്. ചുവപ്പുമുണ്ടിന്മേൽ നയിച്ചിങ്ങയുടെ ഓട് അരമണിയാക്കി കെട്ടിയ അട്ടക്കണംപോതി, ആൾരൂപത്തെ വാഴയിലകളിൽ പൊതിഞ്ഞ് മുണ്ടക്കൈ വാൾ പിടിപ്പിച്ച വാഴപ്പോതികൾ, ചേകോന്മാർ, കേളിപാത്രം തുടങ്ങിയവയായിരുന്നു ആചാരവേഷങ്ങൾ. തുടർന്ന് പുതിയ തലമുറയുടെ പുത്തൻ വേഷങ്ങൾ കാലിക വിഷയങ്ങളുമായി രംഗത്തെത്തി. ശ്ലീല അശ്ലീല പ്രശ്നമില്ലാതെ വാക്കുകൾ വിളിച്ചു പറഞ്ഞെത്തിയ ഇത്തരം വേഷങ്ങൾ ക്ഷേത്ര പരിസരത്തെ കൊഴുകിയെത്തിയ ജനങ്ങളിൽ ചിരി പടർത്തി. മുഖപ്പാളയിൽ മുഖമൊളിപ്പിക്കാതെ മുഖത്തോട് മുഖം നോക്കിയാണ് പൊറാട്ട് വേഷങ്ങൾ സംസാരിക്കുന്നത്. മാണിക്യക്കല്ല് എന്ന സ്ഥലത്തിനു വേണ്ടി ഇളംകുറ്റി സ്വരൂപവും അള്ളട സ്വരൂപവും തമ്മിൽ നടന്ന യുദ്ധം ചാമുണ്ടി പോർക്കലി ഭഗവതിക്ക് പരിചവട്ടത്തിൽ കാണിച്ചു കൊടുക്കുന്നതിൽ നിന്നാണ് പൊറാട്ട് രൂപം പ്രാപിക്കുന്നതെന്നാണ് വിശ്വാസം. പിലിക്കോട് തെരുവിൽ നിന്നാരംഭിച്ച പൊറാട്ട് രായരമംഗലം ഭഗവതിയെ തൊഴുതു വണങ്ങിയ ശേഷം തിരികെ തെരുവിലേക്കെത്തിയാണ് സമാപിച്ചത്. രായരമംഗലം ക്ഷേത്രത്തിൽ ശനിയാഴ്ച രാവിലെ നടക്കുന്ന എഴുന്നള്ളത്തിനൊപ്പവും പൊറാട്ട് വേഷങ്ങൾ അരങ്ങിലെത്തും. ചേകോന്മാർ വാഴക്കൈകൾ കൊണ്ട് തമ്മിലടിക്കുന്ന പടയിലടിയും ശനിയാഴ്ച രാവിലെ 9 മണിക്ക് നടക്കും.